ഹായ് മക്കളെ, പ്ലസ് ടു കാരുടെ ടൈം ടേബിൾ എത്തിയിട്ടുണ്ട്. ടൈം ടേബിൾ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രാപ്പ് നിങ്ങൾക്ക് ഒളിഞ്ഞെടുക്കുന്നുണ്ട്. അതാണ് ഞാൻ അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണുക. മാത്രമല്ല, നമ്മുടെ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും വ്യക്തമായിട്ടുള്ള, അതായത് നിങ്ങളുടെ മെയിൻ എക്സാം വരെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഷോർട്ട് എസ്സേകളെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ പറയും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാത്രമല്ല, ഈ വീഡിയോയുടെ അവസാനം വരെ കാണാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ട്രാപ്പ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. യെസ്, ഞാനിവിടെ പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയും ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് സാറേ ഞങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ ടൈം ടേബിളിൻ്റെ ആവശ്യമില്ലല്ലോ, ഞങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ ടൈം ടേബിൾ മതിയല്ലോ? അറിയാം, നിങ്ങൾക്ക് പ്ലസ് ടു മാത്രം മതി. നമുക്ക് ആദ്യം പ്ലസ് ടു ടൈം ടേബിൾ ഒന്ന് നോക്കാം. അതായത് മാർച്ച് 6-ാം തീയതി തുടങ്ങിയിട്ട് നിങ്ങൾക്ക് മാർച്ച് 28-ാം തീയതിയാണ് എക്സാം അവസാനിക്കുന്നത് എന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആണല്ലോ, 6-ന് തുടങ്ങും, 28-ന് അവസാനിക്കും. നല്ല ഗ്യാപ്പ് ഉണ്ട്, പഠിക്കാനൊക്കെ അടിപൊളിയായിട്ട് ഗ്യാപ്പ് ഉണ്ട്. ശരി, പിന്നെയും എന്താണ് ഇതിൻ്റെ ഉള്ളിലെ ട്രാപ്പ് നോക്കാം നമുക്ക്. അതായത് ഫസ്റ്റ് എക്സാം സോഷ്യോളജി കഴിയും. നിങ്ങളുടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് സോഷ്യോളജി എക്സാം കഴിയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാർച്ച് 10-നാണ് ഹിസ്റ്ററി വരുന്നത്. നല്ലപോലെ ഗ്യാപ്പ് ഉണ്ട്, ഹിസ്റ്ററി പഠിക്കാനൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതും ശരി. അങ്ങനെ മാർച്ച് 12-ന് സെക്കൻഡ് ലാംഗ്വേജ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഗ്യാപ്പ് കിട്ടിയിട്ട് മാർച്ച് 19-ന് എക്കണോമിക്സ്. മാർച്ച് 19-ന് എക്കണോമിക്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാർച്ച് 24-ന് പൊളിറ്റിക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരുന്ന മാർച്ച് 26-നാണ് ജിയോഗ്രഫി വരുന്നത്. അതുപോലെ മാർച്ച് 28 ഇംഗ്ലീഷ് വരും. ഓക്കെ, ഇത് ഇംപ്രൂവ്മെന്റ് എക്സാം ഒന്നും എഴുതാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മാർക്ക് കുറഞ്ഞവരൊക്കെ ഉണ്ടാവും. മാർക്ക് കുറഞ്ഞവരൊക്കെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും. അപ്പൊ അവര് ഇതേപോലെ പ്ലസ് വണ്ണിന്റെ ടൈം ടേബിൾ കൂടി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതായത് പ്ലസ് ടു ടൈം ടേബിൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോവാം. പക്ഷെ ഇതിന്റെ കൂടെ നിങ്ങൾ പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ, ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം കുട്ടികളും ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നില്ല. പ്ലസ് വണ്ണ് ഇംഗ്ലീഷ് തുടങ്ങുന്നത് മാർച്ച് 5-നാണ്. മാർച്ച് 5-നുള്ള ഇംഗ്ലീഷ് നിങ്ങൾ വ്യക്തമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സോഷ്യോളജി പഠിക്കാൻ ഇവിടെ സമയമുണ്ടോ? അതായത് 6-ാം തീയതി നിങ്ങളുടെ പ്ലസ് ടു സോഷ്യോളജിയാണ്, നിങ്ങളുടെ ഇപ്പോൾ പഠിക്കുന്ന സംഭവം ഇല്ലേ സോഷ്യോളജി. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ സോഷ്യോളജി പാളുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ജോഗ്രഫിയും സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ അവിടെ തൽക്കാലം നിർക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഹിസ്റ്ററി വരുന്നുണ്ട് അല്ലേ. ഹിസ്റ്ററി ഇവിടെ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തായിരിക്കും, അതായത് നിങ്ങളുടെ പ്ലസ് ടു ഹിസ്റ്ററി കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും. പ്ലസ് ടുവിൽ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. ആ സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ദിവസമില്ല. പിറ്റേന്ന് തന്നെയാണ് നിങ്ങളുടെ ഹിസ്റ്ററി വരുന്നത്. അപ്പൊ ഹിസ്റ്ററി വളരെ കുറച്ച് പേരെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അങ്ങനെ നിങ്ങൾ എക്കണോമിക്സിന് പ്ലസ് ടുവിന്റെ പേപ്പറിന് വേണ്ടി എക്കണോമിക്സിന് വേണ്ടി കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ പൊളിറ്റിക്സ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ ഇവിടെ വരുന്നത് മാർച്ച് 16-നാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ആവട്ടെ, അല്ലെങ്കിൽ പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റിന്റെ ആ പൊളിറ്റിക്സ് വരുന്നത്. അങ്ങനെ എക്കണോമിക്സ് ഇവിടെ പഠിച്ചു മക്കളെ. ഇവിടെയാണ് നിങ്ങൾക്ക് വരുന്നത് കൂടുതൽ പേരും രണ്ടാമത് നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആവും മാർച്ച് 25-ന് എക്കണോമിക്സ്. മാർച്ച് 25-ന് എക്കണോമിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വരുന്നത് ഇപ്പുറത്ത് തന്നെ ജോഗ്രഫി വരുന്നുണ്ട്. ജോഗ്രഫി ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നില്ല, പക്ഷെ അത് കഴിഞ്ഞ ഉടനെ ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പൊ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് ശരിക്കും അന്നേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ തോൽക്കും തന്നെ പറയാം. അതായത് പ്ലസ് വണ്ണിൽ തോൽവിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കണക്കിന് നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് എഴുതിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ജനുവരി മാസം മുതൽ പഠിച്ചു തുടങ്ങിയിട്ടോ ഫെബ്രുവരി മാസത്തിൽ ഇരുന്നിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ പറയും പ്ലസ് ടു പൊട്ടും പ്ലസ് വണ്ണും പൊട്ടും. അതായത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ 48 മാർക്ക് ഡബിൾ പാസ് എന്നുള്ള സംഭവം ഒന്നും കിട്ടൂല. ഉറപ്പായിട്ട് നിങ്ങൾ കിട്ടൂല. നിങ്ങൾക്ക് റിസൾട്ട് വരുന്നന്ന് തോൽക്കും. അങ്ങനെ തന്നെ നിങ്ങളോട് പറയും. അതായത് നിങ്ങൾ പാസ് അല്ല, ഡി ഗ്രേഡിൽ നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. ഡി ഗ്രേഡിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. അതായത് പാസ് ആവണമെങ്കിൽ D+ എങ്കിലും വേണം മക്കളെ. ജസ്റ്റ് പാസ് പോലും ആവാൻ കഴിയില്ല നിങ്ങളുടെ പ്ലസ് വൺ നിങ്ങൾ ഈ രൂപത്തിൽ പോകാണ്ടെങ്കിൽ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞില്ല, ഇപ്പൊ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ സെറ്റ് ആണെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാണ്. പ്ലസ് ടു ആവട്ടെ, പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ആവട്ടെ, നമ്മൾ ഒരുക്കുന്നുണ്ട് പ്രീ ബൂസ്റ്റർ ബാച്ച്. നിങ്ങൾക്കറിയായിരിക്കും പ്രീ ബൂസ്റ്റർ ബാച്ചിന്റെ അഡ്മിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അഡ്മിഷൻ തന്നെ വരുന്നുണ്ട്. കാരണം ഇപ്പൊ ടൂറും ആർട്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ സീരിയസ്നെസ് ആയി, കുട്ടികൾക്കൊക്കെ കാര്യമായിട്ട് സീരിയസ് ആയി തുടങ്ങി. അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ വിദ്യാർത്ഥികളോട്, ഏറ്റവും പ്രിയപ്പെട്ട മക്കളോട് തന്നെ ഞാൻ പറയട്ടെ, കാരണം നമ്മുടെ ഹ്യൂമാനിറ്റീസിന്റെ മക്കൾക്ക് എവിടെയും ഇതേപോലെ ട്യൂഷനും കാര്യങ്ങളും ഒന്നുമില്ല. ആകെയുള്ള പ്ലാറ്റ്ഫോം അത് എജുപോർട്ട് തന്നെയാണ്.
അതുകൊണ്ടാണ് മക്കളെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ ഒരു നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം ഹ്യൂമാനിറ്റീസ് എടുത്തതിൻ്റെ പേരിൽ പല ആളുകളും രക്ഷിതാക്കളടക്കം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, എന്തിനാണ് ഹ്യൂമാനിറ്റീസ് എടുത്തത്, സയൻസ് എടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ മുന്നിലൊക്കെ തല ഉയർത്തിക്കൊണ്ട് പറയണം, കണ്ടോ ഞങ്ങളും A+ ലിസ്റ്റിൽ ഇപ്പോഴും ഞങ്ങൾ A+ ലിസ്റ്റിലുണ്ട്, ഇനിയും ഞങ്ങൾ മുന്നോട്ട് നല്ല അടിപൊളി കോളേജുകളിൽ പഠിച്ച് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സും നിങ്ങൾക്ക് ഫ്രീ ആണ്. +1 ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സും നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഈ ടൈം ടേബിൾ കിട്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഹാപ്പിയാണോ അതോ നിങ്ങൾ സാഡ് ആണോ എന്ന് കമൻറ്റ് ചെയ്യുക.